Dear students, നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 6ാമത്തെ ക്ലാസ്സിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നിർദ്ദേശിച്ച ടോപ്പിക് എന്നുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് അക്കോർഡിംഗ് ടു ദർ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആയിരുന്നു. അതിൽ മൈക്കൽ ഫാരഡേ ആണ് വസ്തുക്കളെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അതിൽ ആദ്യത്തെ 2 ക്ലാസിഫിക്കേഷൻ ഡയാമാഗ്നറ്റിസവും പാരാമാഗ്നറ്റിസവും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും എക്സാമ്പിൾസും ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച് നിർത്തിയിരുന്നു. ഇപ്പോൾ നെക്സ്റ്റ് 3ാമത്തെ ക്ലാസിഫിക്കേഷൻ ഫെറോമാഗ്നറ്റിസം അല്ലെങ്കിൽ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് അതെന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ there are so many small regions where the dipoles are arranged in the same direction. Such a small region where the dipoles are arranged in the same direction are called domains. The thousands അല്ലെങ്കിൽ lakhs dipoles ഉണ്ടാവും ഓരോ റീജിയനിൽ. They are arranged in the same direction due to their മ്യൂച്വൽ എക്സ്ചേഞ്ച് എനർജിയാണ്. ആ ഡൊമൈൻസ് ആണ് ഞാൻ ഈ സിംബോളിക്കായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് എക്സ്റ്റേണൽ ഫീൽഡ് 0 എന്ന് കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡൈപോൾസ് എല്ലാം റാൻഡം ആയിട്ടാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിനായിട്ടാണ് കാണപ്പെടുന്നത്. അതിന് സിംബോളിക്കായിട്ട് നമ്മൾ മറ്റു രീതിയിൽ കാണിക്കാറുണ്ട്. ഇതിങ്ങനെ കാണിച്ചിട്ട് ഈ ഡൈപോൾസ് എല്ലാം ക്ലോസ്ഡ് ചെയിനായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലോസ്ഡ് ചെയിനായിട്ട് കാണപ്പെടുന്നതുകൊണ്ട് നെറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അവിടെ 0 ആയിരിക്കും. ഏത് കേസിൽ H=0. ഇനി അതിലൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫീൽഡ് അപ്ലൈ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കേസ് ഉണ്ടാവും. ഒന്ന് ഡൊമൈൻ റൊട്ടേഷൻ. എക്സ്റ്റേണൽ ഫീൽഡ് വളരെ കൂടുതലാണെങ്കിൽ എല്ലാ ഡൈപോൾസും എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യും. അതിനെ ഡൊമൈൻ റൊട്ടേഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഡൊമൈൻ ഗ്രോത്ത്. എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിൽ കൂടുതൽ എക്സ്റ്റേണൽ ഫീൽഡ് കുറവാണെങ്കിൽ എല്ലാ ഡൈപോൾസും അല്ല, പക്ഷെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഡൈപോൾസ് എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനിലോട്ട് അലൈൻ ചെയ്യും. അപ്പോൾ അതിന് നെറ്റ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും. ഇവിടെ മാക്സിമം മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും എക്സ്റ്റേണൽ ഫീൽഡ് വളരെ ഹൈ ആണെങ്കിൽ. അപ്പോൾ വസ്തു എന്തായിട്ട് മാറി? മാഗ്നറ്റായിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള വസ്തുക്കൾ പിടിക്കുന്നവരാണ് പാരാമാഗ്നറ്റിസം, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസിന് എന്ത് വിളിക്കാം? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ. എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ അയൺ, കോബാൾട്ട്, നിക്കലൊക്കെ അതിന് എക്സാമ്പിൾ. നാച്ചുറലി ഒക്കറിങ് എലമെന്റ്സ് ആണ് അതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാം. ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. ഒരു പാരാമാഗ്നറ്റിക് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിൽ സസ്പെൻഡ് ചെയ്ത് ഇടാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ അലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഫീൽഡ്. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താ? വെൻ യു freely suspend a ferromagnetic material in an external field, it will align in the direction of the external field. When you allow to move a ferromagnetic material in a varying magnetic field, it aligns in the or it goes from weak field to strong field. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? വീക്ക് ഫീൽഡിൽ നിന്ന് സ്ട്രോങ് ഫീൽഡിലോട്ട് പോകും. ഇനി 3ാമത്തെ പ്രോപ്പർട്ടി permeability of a ferromagnetic material is very high. Permeability നമ്മൾ നേരത്തെ പറഞ്ഞു, permeability is the ratio of magnetic induction to the magnetizing field intensity. ഇത് വളരെ ഹൈ ആയിരിക്കും. ഇനി 4ാമത്തെ പ്രോപ്പർട്ടി റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് വെരി ഹൈ ഓഫ് ദി ഓർഡർ ഓഫ് 1000. റിലേറ്റീവ് പെർമിയബിലിറ്റി വളരെ ഹൈ ആണ്, ഏകദേശം 1000 ഓർഡറിൽ തന്നെ വരും. ഇനി 5ാമത്തെ പ്രോപ്പർട്ടി കൈ. നമുക്ക് നേരത്തെ പഠിച്ചാണ് μr = 1 + chi ആണ്. അപ്പോൾ μr 1000 ആണെങ്കിൽ
കൈയും നിയർലി എത്ര തന്നെ വരും 1000. അപ്പോൾ mu r ഈസ് വെരി ഹൈ, കൈ ഈസ് ആൾസോ വെരി ഹൈ. ഇനി ആറാമത്തെ പ്രോപ്പർട്ടി, ഫെറോമാഗ്നറ്റിസം ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആണ്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ferromagnetic material property decreases and at a particular temperature ferromagnetic material become paramagnetic. The temperature at which ferromagnetic material become paramagnetic is called Curie temperature. ഇപ്പോൾ Curie temperature നിങ്ങൾക്ക് ക്ലാസ് ടേബിളിലൊക്കെ ഉണ്ടാവും, അത് എക്സാമ്പിൾ നോക്കിയേക്കണം. അയൺ ആണെങ്കിൽ ഏകദേശം 1000 ഡിഗ്രി സെൽഷ്യസ് ആണ് Curie temperature. കോബാൾട്ട് ആണെങ്കിൽ 1150 ഡിഗ്രി സെൽഷ്യസ് ആണ്. നിക്കൽ ആണെങ്കിൽ ഏകദേശം 360 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അയൺ ആണെങ്കിൽ കോബാൾട്ട്, നിക്കൽ. എക്സാമ്പിൾ നിങ്ങൾക്ക് ചോദിക്കാം, Curie ടെമ്പറേച്ചർ ഇന്ന വസ്തുവിന് എത്രയാണെന്നൊക്കെ ചോദിക്കാം. ഇനി ഏഴാമത്തെ ഒരു ലോയാണ്. ആ ലോയിനെ വിളിക്കുന്ന പേര് Curie-Weiss ലോ എന്നാണ്. Curie-Weiss law. But Curie-Weiss law states that the susceptibility of a ferromagnetic material is inversely proportional to the excess temperature above Curie temperature. എന്താണ്? Susceptibility of a ferromagnetic material is inversely proportional to the excess temperature above Curie temperature. ഇത്രയും കാര്യങ്ങളാണ് ഫെറോമാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ പാരാമാഗ്നറ്റിസത്തിൽ വരുന്നൊരു ലോയാണ് ക്യൂറി ലോ, ഫെറോമാഗ്നറ്റിസത്തിൽ വരുന്ന ലോയാണ് Curie-Weiss ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി പഠിച്ചു പോയേക്കാം. നെക്സ്റ്റ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടേമാണ്, നിങ്ങൾ ഇലാസ്റ്റിസിറ്റിയുടെ അകത്ത് പഠിച്ച പോലെ തന്നെ ഇവിടെ ഒരു ടേം ഉണ്ട്, മാഗ്നറ്റിക് hysteresis. Magnetic hysteresis. ഹിസ്റ്റീരിസസിന്റെ മീനിങ് ലാഗിങ് എന്നാണ്. ഇലാസ്റ്റിസിറ്റിയുടെ അകത്ത് നമ്മൾ പഠിച്ചതാണ്, ലാഗിങ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഈസ് കാൾഡ്, അല്ലെങ്കിൽ നോൺ കോയിൻസിഡൻസ് ഓഫ് ദ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഈസ് കാൾഡ് ഇലാസ്റ്റിക് ഹിസ്റ്റീരിസസ്. അപ്പോൾ ഒരു വസ്തുവിനെ മാഗ്നറ്റ് ആക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അതിന് ഒരു സോളിനോയിഡ് ആക്കി വെക്കുക, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുക. അപ്പം കറണ്ട് അല്ലെങ്കിൽ ഈ വസ്തു മാഗ്നറ്റ് ആയോ ഇല്ലയെന്ന് അളക്കുന്നൊരു ടേമാണ് ഐ ഓർ ബി, ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വസ്തുവിനെ മാഗ്നറ്റ് ആക്കാനുള്ള എക്സ്റ്റേണൽ ഫീൽഡിന്റെ കഴിവിനെ വിളിക്കുന്നവരാണ് മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പൊ അത് എക്സ് ആക്സിസ് എടുത്തു, ഐ അല്ലെങ്കിൽ ബി വൈ ആക്സിസ് എടുത്തു. ഇനി ഐ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സിംബോളിക് ആയിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം. ഇനിഷ്യലി ഈ ഡൈപോൾസ് എല്ലാം ക്ലോസ്ഡ് ചെയിൻ ആയിട്ടായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇതിനകത്ത് H0 ആയിരുന്നപ്പോൾ ഈ ഡൈപോൾസ് എല്ലാം ക്ലോസ്ഡ് ചെയിൻ ആയിട്ടായിരുന്നു അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതും 0 ആയിരിക്കും, ഐ ഓർ ബിയും 0 ആയിരിക്കും. ഇവിടെ ഇനി നമ്മൾ H കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. H കൂട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ഡൈപോൾസിന്റെ ഈ ക്ലോസ്ഡ് ചെയിൻ ബ്രേക്ക് ചെയ്ത് ഈ ഡൈപോൾസ് എല്ലാം ഈ എക്സ്റ്റേണൽ ഫീൽഡിന്റെ ഡയറക്ഷനോട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിനർത്ഥം വസ്തുവിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടിക്കൂടി വന്ന് വസ്തു അവസാനം എന്തായിട്ട് മാറി, സ്ട്രോങ് മാഗ്നറ്റ് ആയിട്ട് മാറി. അവസാനം എല്ലാ ഡൈപോൾസും ഒരേ ഡയറക്ഷനോട്ട് അലൈൻ ചെയ്യും. ഒരേ ഡയറക്ഷനോട്ട് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്ര എക്സ്റ്റേണൽ ഫീൽഡ് കൂട്ടിയാലും ഈ അറേഞ്ച്മെന്റ് മാറാൻ പോകുന്നില്ല. അതങ്ങനെ തന്നെ, അത് മാക്സിമം ആയി. അപ്പൊ അതിനെ നമുക്ക് മാഗ്നറ്റിക് സാച്ചുറേഷൻ എന്ന് വിളിക്കാം. OA ഇവിടെ സാച്ചുറേഷൻ ഇത് കാണിക്കാം. ഇനി നമ്മൾ
കറണ്ട് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഐ അല്ലെങ്കിൽ ബി എച്ചിനൊപ്പം കുറയത്തില്ല, അത് പുറകിലേ പോകത്തുള്ളൂ. അപ്പോൾ കറണ്ട് കുറച്ച് വന്ന് ഏറ്റവും അവസാനം I0 ആക്കി. I0 ആക്കിയപ്പോഴും ഐ മീൻസ് കറണ്ടാണ്, ഇവിടെ ഐ അല്ല, കറണ്ട് 0 ആക്കിയാൽ ഈ ഐ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ 0 ആകത്തില്ല. അപ്പോൾ വസ്തു ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്തു. ഇപ്പോൾ റെസിഡ്യുവൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി റീറ്റെയിൻ ബൈ ദ സ്പെസിമെൻ ഈസ് കാൾഡ് റിട്ടൻറ്റിവിറ്റി. എത്രയും ക്ലിയർ ആയല്ലോ, റിട്ടൻറ്റിവിറ്റി. ഇനി നമ്മൾ കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ തിരിച്ചു, റിവേഴ്സ് കമ്മ്യൂട്ടേറ്റർ ഉപയോഗിച്ച് കറണ്ടിന്റെ ഡയറക്ഷൻ തിരിക്കുകയാണെങ്കിൽ റൈറ്റിലോട്ട് നിൽക്കുന്ന ഡൈപോൾസ് എല്ലാം തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങി. തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വീണ്ടും പഴയപടി ക്ലോസ്ഡ് ചെയിനായിട്ട് മാറി. ഇപ്പൊ നെറ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എത്രയായി? 0. അപ്പോൾ ഒ സീനെ വിളിക്കുന്നവര് കൊയേഴ്സിവിറ്റി എന്നാണ്, OC. അപ്പൊ കൊയേഴ്സിവിറ്റിയുടെ ഡെഫിനേഷൻ ചോദിക്കാം. ഇറ്റ് ഈസ് എ റിവേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർഡ് ടു മേക്ക് ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ 0. ഇനി വീണ്ടും നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എച്ചിന്റെ ഡയറക്ഷൻ മാറും. കറണ്ടിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് എച്ചിന്റെ ഡയറക്ഷൻ മാറി ഏറ്റവും അവസാനം റിവേഴ്സ് ഡയറക്ഷനിൽ മാക്സിമം വാല്യൂ ആയി. അപ്പൊ റിവേഴ്സ് ഡയറക്ഷനിൽ നമുക്ക് സാച്ചുറേഷൻ കാണിക്കാം. ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. ഒരു സൈക്കിൾ ഓഫ് മാഗ്നറ്റൈസേഷന്റെ ഹിസ്റ്റീരിസിസ് ഗ്രാഫാണ് വരച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഫ്രീക്വൻസി AC-യുടെ ഫ്രീക്വൻസി 50 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഇങ്ങനത്തെ 50 സൈക്കിൾ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി, ഒരു കമ്പി നമ്മൾ ഒടിച്ചു കളയാനായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് ബെൻഡ് ചെയ്യുമ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്ത് അവിടെ അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്ന പ്രോസസ്സ്? ഈ ഡൈപോൾസിനെ ഒരു സൈക്കിളിൽ റൈറ്റിലോട്ട്, അടുത്ത സൈക്കിളിൽ ലെഫ്റ്റിലോട്ട്. ഇത് ഇന്ത്യയിലാണെങ്കിൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തില്ലേ? 50 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വരിക മീൻസ് ഒരുപാട് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ആ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്ന ആ എമൗണ്ട് ആണ് ഈ ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഏരിയ നമുക്ക് റിട്ടൻറ്റിവിറ്റി എന്താന്ന് പറഞ്ഞു, കൊയേഴ്സിവിറ്റി എന്താന്ന് പറഞ്ഞു. ഈ ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഏരിയ ഈസ് ഈക്വൽ ടു H into B എഴുതാം. H into B. ഇനി Hന് പകരം നമുക്ക് B/μ കൊടുക്കാം. അപ്പോൾ ഫോർമുല B²/μ എന്ന് പറയും. ഇതിന്റെ ഡയമെൻഷൻ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് എനർജി ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. എനർജി ഡെൻസിറ്റി എന്താണെന്ന് നമ്മൾ ആദ്യത്തെ യൂണിറ്റിൽ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് എനർജി ഡിസിപ്പേറ്റഡ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള എനർജി ഡിസിപ്പേഷൻ ആണ് എനർജി ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഏരിയ തരാൻ പോണത് എനർജി ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് ആണ്. ഈ ഏരിയ തരാൻ പോണത്. അപ്പോ ഒരു സൈക്കിളിലാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനർജി കാണാനായിട്ട് ഒരു സെക്കൻഡിലെ എനർജി കാണാനായിട്ട് B²/μ ആദ്യം വോളിയം വെച്ച് കുടിക്കണം, പിന്നെ അതിന്റെ ഫ്രീക്വൻസി വെച്ച് കുടിക്കണം. ഇപ്പൊ ഇന്ത്യയിൽ ഒരു സെക്കൻഡിൽ 50 പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, അപ്പൊ 50 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അമേരിക്കയിലാണെങ്കിൽ 60 ആണ്, അപ്പൊ 60 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇനി T ടൈമില് എനർജി ഡിസിപ്പേഷൻ കാണാനായിട്ട് T വെച്ച് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ എനർജി ഡിസിപ്പേറ്റിംഗ് ടൈം T കാണാനായിട്ട് എനർജി ഡിസിപ്പേറ്റഡ് പെർ സൈക്കിളിന് ഫ്രീക്വൻസി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, ടൈം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എനർജി കിട്ടും. എനർജി ജൂളിലാണ്. ഇത് ജൂൾ പെർ വോളിയത്തിൽ വരും, ഇത് നമുക്ക് ജൂളിൽ തന്നെ വരും. അപ്പൊ ക്ലിയർ ആയല്ലോ?
അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഗീവ്സ് എമൗണ്ട് ഓഫ് എനർജി ലോസ്റ്റ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അപ്പോൾ ഹീറ്റിന്റെ അളവാണ് നമ്മളിപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ്? ലാഗിങ് ഓഫ് I, intensity of magnetization behind magnetizing field. It is a lagging of intensity of magnetization behind magnetic intensity. Clear ആയല്ലോ? ഇനി retentivity. ഇതിനെയാണ് retentivity. It is a residual magnetic property retained by the specimen when the external field is zero. Then coercivity, the reverse magnetic field required to make intensity of magnetization zero. അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പെർമനന്റ് മാഗ്നറ്റും ഇലക്ട്രോ മാഗ്നറ്റും നമ്മൾ വ്യത്യാസം എന്താണെന്ന് നോക്കാം. അത് നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് എടുക്കാം. പെർമനന്റ് മാഗ്നറ്റ് വളരെ സിമ്പിൾ ആണ്. ഇത് റീടൈൻ, ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്, ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് മൊട്ടസൂചിനെ ഇത് അട്രാക്ട് ചെയ്തു. ഇതിന്റെ കോയിൻ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ കോയിൻ അവിടെ ഇരിക്കും. ഇതിന്റെ അടിയിൽ കൊണ്ട് മറ്റൊരു കോയിൻ വെച്ച് കഴിഞ്ഞാൽ അതും അവിടെ ഇരുന്നോളും. ഇതിൻ്റെ അടിയിൽ കൊണ്ട് മറ്റൊരു കോയിൻ വെച്ച് കഴിഞ്ഞാൽ അതും അതിൻ്റെ അടിയിൽ ഇരുന്നോളൂ. മീൻസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഇതാണ് ഇങ്ങനത്തെ മാഗ്നറ്റ് നമുക്ക് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറയാം. റീടൈൻ ഈസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫോർ എ ലോങ് ടൈം. ഇപ്പൊ കീപ് ഈസ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഫോർ എ ലോങ് ടൈം. അങ്ങനെയുള്ള വസ്തുക്കൾ വിളിക്കുന്നവരാണ് പെർമനന്റ് മാഗ്നറ്റ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നോക്കാം. അതിനകത്ത് ഹൈ റിട്ടൻറ്റിവിറ്റി ആണ്. റിട്ടൻറ്റിവിറ്റി. 2 ഹൈ കോയേഴ്സിവിറ്റി. 3 ഹൈ പെർമിയബിലിറ്റി. ഹൈ വാല്യൂ ഓഫ് മാഗ്നറ്റിക് സാച്ചുറേഷൻ. ഹൈ വാല്യൂ ഓഫ് മാഗ്നറ്റിക് സാച്ചുറേഷൻ. അപ്പോൾ ഹൈ റിട്ടൻറ്റിവിറ്റി, ഹൈ കോയേഴ്സിവിറ്റി, ഹൈ പെർമിയബിലിറ്റി, ഹൈ വാല്യൂ ഓഫ് മാഗ്നറ്റിക് സാച്ചുറേഷൻ, അങ്ങനെയുള്ള മാഗ്നറ്റിനെയാണ് നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് എന്നുള്ളത്. എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ അൾനിക്കോയുടെ ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്. അയൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കോബാൾട്ട് ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇങ്ങനെയുള്ള അലോയിനെയാണ് നമ്മൾ അൽനിക്കോ എന്ന് പറയുന്നത്. അത് പെർമനന്റ് മാഗ്നറ്റ് ആയിട്ട് ഉപയോഗിക്കും. പിന്നെ കോബാൾട്ട് സ്റ്റീൽ, അയൺ ഉണ്ട്, ടങ്സ്റ്റൺ ഉണ്ട്, കോബാൾട്ട് ഉണ്ട്, കാർബൺ ഉണ്ട്. അപ്പൊ ഇതൊക്കെ പെർമനന്റ് മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. അതിന്റെ ഇലാസ്റ്റിക് ഹിസ്റ്റീരിസിസ് വരക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എച്ചും ഐയുടെ ഗ്രാഫ്. ഏരിയ വളരെ കൂടുതലായിരിക്കും. ഏരിയ കൂടുതലായതുകൊണ്ട് പെർമനന്റ് മാഗ്നറ്റിനെ നമുക്ക് വെച്ചൊരിക്കലും ഇലക്ട്രോ മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അത് മെൽറ്റ് ചെയ്ത് പോകും. ഏരിയ ഒരുപാടായി കഴിഞ്ഞാൽ മെൽറ്റ് ചെയ്ത് പോകും. ഇതാണ് ഹിസ്റ്റീരിസിസ് ഗ്രാഫ് ഓഫ് ദ പെർമനന്റ് മാഗ്നറ്റ്. ഇനി ഇലക്ട്രോ മാഗ്നറ്റ് എന്താണെന്ന് നോക്കാം. വിച്ച് keep its magnetic property for a short time when there is current. Current ഉള്ളപ്പോൾ എന്തായിട്ട് മാറും? മാഗ്നറ്റ് ആയിട്ട് മാറും. when there is no current it loses its magnetic property. അപ്പോൾ അതിന്റെ കോയേഴ്സിവിറ്റി വളരെ കുറവായിരിക്കും, റിട്ടൻറ്റിവിറ്റിയും കുറവായിരിക്കും. അപ്പോൾ അതിന്റെ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് അയൺ എക്സാമ്പിൾ ആണ്. ഇത് സോഫ്റ്റ് അയൺ ഇലക്ട്രോ മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയെന്ന് നോക്കാം. ലോ റിട്ടൻറ്റിവിറ്റി ആണ്. റിട്ടൻറ്റിവിറ്റി, ലോ കോയേഴ്സിവിറ്റി.
ഇനി 3 ഹൈ പെർമിയബിലിറ്റി ആണ്. ഇത്രയും കാര്യങ്ങളാണ് സോഫ്റ്റ് അയണിന്റെ പ്രത്യേകത. ലോ റിട്ടൻറ്റിവിറ്റി, ലോ കോയേഴ്സിവിറ്റി, ഹൈ പെർമിയബിലിറ്റി. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഐയും എച്ചും ആയിട്ടുള്ള ഗ്രാഫ്. ഡയഗ്രത്തിലൊക്കെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നിങ്ങൾ എക്സാമ്പിൾ ഇപ്പം ഏരിയ ഹിസ്റ്റീരിസിസ് ഗ്രാഫിന്റെ ഏരിയ രണ്ടും കമ്പയർ ചെയ്യാനായിട്ട് ബുക്കിലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും സോഫ്റ്റ് അയണിന്റെ റിട്ടൻറ്റിവിറ്റി സ്റ്റീലിനേക്കാൾ കൂടുതൽ. ഇത് സ്റ്റീലിന്റെ ആണ്, ഇത് സോഫ്റ്റ് അയണിന്റെ. അപ്പൊ ഇതിൻ്റെ അകത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നത് റിട്ടൻറ്റിവിറ്റി ഓഫ് ദ സോഫ്റ്റ് അയൺ ഹയർ ദാൻ ദാറ്റ് ഓഫ് ദ സ്റ്റീൽ ആണ്. പക്ഷെ നേരെ തിരിച്ചാണ്. റിട്ടൻറ്റിവിറ്റി ഓഫ് ദ സോഫ്റ്റ് അയൺ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സ്റ്റീൽ ആണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചു പോയേക്കാം. ഇനി മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ സോഫ്റ്റ് അയൺ എവിടെയൊക്കെ ഉപയോഗിക്കും? ഇലക്ട്രിക് ബെല്ല്, നമ്മുടെ വീട്ടിലെ ഇലക്ട്രിക് ബെല്ലിൻ്റെ അകത്തുണ്ട്. ഇതിൻ്റെ പേര് ട്രാൻസ്ഫോമർ എന്നാണ്. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന കോറ് സോഫ്റ്റ് അയൺ വെച്ചിട്ടാണ്. കാരണം നിങ്ങൾ ഒരുപാട് ഏരിയ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസിൻ്റെ ഏരിയ എനർജി ഡിസിപ്പേറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഏരിയ വന്നു കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ചെയ്ത് പോകും. കാരണം ഇതിനകത്ത് എ സി കറണ്ടാണ് പാസ് ചെയ്യുന്നത്. എ സി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് അയണിൻ്റെ അകത്ത് ഡിപ്പോസിറ്റ് ചെയ്യുന്ന ഹീറ്റ് കുറവായതുകൊണ്ട് ഇത് മെൽറ്റ് ചെയ്ത് പോകത്തില്ല. അപ്പോൾ സോഫ്റ്റ് അയൺ ആണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇലക്ട്രിക് ബെല്ലിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ് അയൺ ആണ്. ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സോഫ്റ്റ് അയൺ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയേക്കാം. ഇനി ഇതൊരു സിമ്പിളായിട്ടുള്ള ഇത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ, മാഗ്നറ്റിക് ട്രെയിനിൻ്റെ പ്രിൻസിപ്പിളാണ്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിങ്ങനെ എയറിൽ സസ്പെൻഡ് ചെയ്ത് നിൽക്കും. ഇത് പുറയിലെ 2 മാഗ്നറ്റ് ഇതിനെ റിപ്പൽ ചെയ്യും, മുമ്പിലെ 2 മാഗ്നറ്റ് ഇതിനെ അട്രാക്ട് ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യവും സ്പീഡ് കൂടിയിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ട്രെയിനിൻ്റെ പ്രിൻസിപ്പിളാണ്. മാഗ്ലോവ് എന്നാണ് അതിന് പറയുന്നത്. മാഗ്നറ്റിക് ട്രെയിനിൻ്റെ പ്രിൻസിപ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാഗ്നറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു. അപ്പോൾ പരീക്ഷാ സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ യൂണിറ്റിൽ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്തിയത്. ഫെറോ മാഗ്നറ്റിസം ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്, മാഗ്നറ്റിക് ഹിസ്റ്റീരിസിസ്, ഇനി ഇലക്ട്രോ മാഗ്നറ്റും പെർമനൻറ്റ് മാഗ്നറ്റും നമ്മുടെ വ്യത്യാസം, ഇങ്ങനെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഈ യൂണിറ്റ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.